സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഇസ് കൺഫൈൻഡ് സ്പേസ്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്യുക എല്ലാവരും. ആ നെയിം കാറ്റഗറി നെയിം നോട്ട് ചെയ്യുക. ടോപ്പിക്കിന്റെ പേര് ഹസാർഡ് കാറ്റഗറി നെയിം എന്താണ്? കൺഫൈൻഡ് സ്പേസ്. കൺഫൈൻഡ് സ്പേസ് എന്ന് പറയുമ്പോൾ CONFINED. കൺഫൈൻഡ്. കൺഫൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അടഞ്ഞു കിടക്കുന്ന. ഓക്കെ, കൺഫൈൻഡ് സ്പേസ് അടഞ്ഞു കിടക്കുന്ന ഒരു സ്പേസ് ആണ്. ഓക്കെ, സോ ഇത് മേ ബി എല്ലാ ഇന്റർവ്യൂസിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും. വാട്ട് ഈസ് കൺഫൈൻഡ് സ്പേസ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് നീഡഡ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് കൺഫൈൻഡ് സ്പേസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ സേഫ്റ്റിയിൽ തന്നെ പറയുമ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളിത് ഡെയിലി ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി നമുക്ക് അറിയാം നമ്മൾ പറയുന്ന ഒരു ടോപ്പിക് അല്ല. ഓക്കെ, സോ ഇതൊരു സ്പെസിഫിക് ആയിട്ട് സേഫ്റ്റിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, എല്ലാ വർക്ക് പ്ലേസിലും കൺഫൈൻഡ് സ്പേസ് ഉണ്ടാവണം എന്നില്ല. ഓക്കെ, സോ വാട്ട് ഈസ് കൺഫൈൻഡ് സ്പേസ്? എന്താണ് കൺഫൈൻഡ് സ്പേസ്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? വീഡിയോ ഓഡിയോ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഹലോ, ആണ് ക്ലിയർ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഫൈൻഡ് സ്പേസ് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് അല്ലെങ്കിൽ സെമി എൻക്ലോസ്ഡ് സ്പേസ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ അടഞ്ഞത് അല്ലെങ്കിൽ പകുതി അടഞ്ഞത്. ഓക്കെ, എൻക്ലോസ്ഡ് ഓർ സെമി എൻക്ലോസ്ഡ് സ്പേസ്. ഓക്കെ, ആൻഡ് എൻട്രി ആൻഡ് എക്സിറ്റ് മെത്തേഡ്സ് ആർ ലിമിറ്റഡ്. അതിന്റെ ഉള്ളിലേക്ക് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാലോ, അടഞ്ഞു കിടക്കുന്ന ചെറിയൊരു ഇടുങ്ങിയ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ആൻഡ് എന്താ നമുക്ക് പറയാൻ പറ്റുക അവിടെ? വിച്ച് ഇസ് നോട്ട് ഡിസൈൻഡ് ഫോർ കണ്ടിന്യൂസ് ഒക്യുപ്പൻസി. ഓക്കെ, ആളുകൾ കൂടുതൽ നേരം അതിൽ നിൽക്കാനുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ശരിക്കും പെട്ടെന്ന് കത്തും. എന്താണ്? നമ്മുടെ പിറ്റ്, ഇൻസ്പെക്ഷൻ പിറ്റ്, അല്ലെങ്കിൽ ഡ്രെയിനേജ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയാം ഈ സൈലോ എന്ന് പറയുമ്പോൾ മീൻസ് ഈ കംപ്ലീറ്റ്ലി സ്റ്റോർ ചെയ്യാനുള്ള ഒരു സൈലോ, ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സംഭവമാണ് സൈലോ. ഓക്കെ, അല്ലെങ്കിൽ വെന്റ്, ഈ ലിഫ്റ്റിന്റെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ വെന്റുകൾ ഉണ്ടാവും. ഓക്കെ, വെന്റ് അല്ലെങ്കിൽ സൈലോ, ടാങ്ക്. ഓക്കെ, വാട്ടർ ടാങ്ക് ആവാം, എനി കൈൻഡ് ഓഫ് ടാങ്ക്. വെസൽ, സ്റ്റോറേജ് വെസൽ ആവാം. ഓക്കെ, ഓയിൽ ടാങ്കുകൾ അല്ലെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള വെല്ല്. ഓക്കെ, ചേംബർ. ഓക്കെ, ടണൽ. ഓക്കെ, ഇങ്ങനെയുള്ള അതായത് പല മീൻസ് വെറൈറ്റീസ് ഓഫ് കൺഫൈൻഡ് സ്പേസ് ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞത് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാവുന്നത് മാൻഹോള് അല്ലെങ്കിൽ സൈലോ, ഫ്ലൂസ്. ഓക്കെ, ഇങ്ങനെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉള്ള, പെട്ടെന്ന് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ള സ്പേസസിനെയാണ് ഡ്രെയിനേജ് അല്ലെ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയാം? ഈ കൺഫൈൻഡ് സ്പേസ് എന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലായോ വാട്ട് ഈസ് കൺഫൈൻഡ് സ്പേസ് എന്ന്? ഹലോ, മനസ്സിലായി. സോ കൺഫൈൻഡ് സ്പേസിൽ എന്തായിരിക്കും ബുദ്ധിമുട്ട്? എന്താണ്? ഓക്കെ, മീൻസ് വർക്ക് ഇൻസൈഡ് ദ കൺഫൈൻഡ് സ്പേസ് എന്ന് പറയുന്ന ടാങ്ക്. ഓക്കെ, ഒരു ഓയിൽ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരാള് മീൻസ് ഒരു 5 വർക്കേഴ്സ് ഇറങ്ങുകയാണ് മെയിൻ്റെനൻസ് ഷട്ട് ഡൗൺ ടൈമിൽ. ഓക്കെ, എന്താണ് പ്രശ്നം? അതിനുള്ളിൽ എന്താണ്, ഇറങ്ങുമ്പോൾ എന്താണ് പ്രശ്നം? ഓക്സിജൻ. അല്ലെങ്കിൽ ഒരു ഡ്രെയിൻ. ആ, പറഞ്ഞോളൂ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ കൺഫൈൻഡ് സ്പേസിൽ? എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ഓക്കെ, സോ നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഈ കൺഫൈൻഡ് സ്പേസിൽ നമുക്ക് മെയിൻലി എന്താണ്, വർക്ക് പ്ലേസിൽ പല കൺഫൈൻഡ് സ്പേസ് ഉണ്ടാവും. മിക്കവാറും ഇൻഡസ്ട്രി, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലൊക്കെ പലതരത്തിലുള്ള കൺഫൈൻഡ് സ്പേസസ് ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയുള്ള കൺഫൈൻഡ് സ്പേസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഉള്ള മെയിൻ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഓക്സിജൻ സപ്ലൈ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ലാക്ക് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി എന്ന് പറയും. ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ശരിക്കും പറഞ്ഞ ഓക്സിജന്റെ അളവ് വേണ്ടത് 19 to 22.5 ആണ് നമ്മൾ സാധാരണ പറയാം. 22.5 മുകളിൽ, അതായത് 23.5 മുകളിലായിട്ട് വരുന്ന ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ എൻറിച്ച്മെന്റ് ആണ്. ഓക്സിജൻ കൂടിയാലും പ്രശ്നമാണ്. 19 കുറവാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ആണ്. സാധാരണ നമ്മൾ പറയുന്നത് 21 ആണ്. ഓക്കെ, 21% ആണ് നമ്മൾ സാധാരണ ഓക്സിജൻ വേണ്ടത്. ക്ലിയർ ആയിട്ട് അറ്റ്മോസ്ഫിയർ ഉള്ളത് 21 ആണ്. ഓക്കെ, ഈ 21 അല്ലാതെ 21 കുറഞ്ഞ് 19 കുറവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്സിജൻ ഡെഫിഷ്യൻസി. ഓക്കെ, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓക്സിജൻ സപ്ലൈ അവിടെ ഉണ്ടാവണമെന്നില്ല.
ഓക്കെ, സോ ഈ കൺഫൈൻഡ് സ്പേസിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവാം. പിന്നെ പ്രസൻസ് ഓഫ് ഹസാഡസ് ഗ്യാസസ്, അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അടഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ഹസാഡസ് ഗ്യാസസ്, ഹസാഡസ് ഫ്യൂംസ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ മീഥെയിൻ, ഹൈഡ്രജൻ സൾഫൈഡ്, അല്ലെ, അങ്ങനെയുള്ള പല ഹസാഡസ് ഗ്യാസസും ടോക്സിക് ഗ്യാസസും, അതായത് വിത്തിൻ മിനിറ്റ്സ് ഡെത്ത് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഗ്യാസസ് ഒക്കെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പ്രസൻസ് ഓഫ് ടോക്സിക് ഗ്യാസസ്, ഓക്കെ, ഓക്സിജൻ ഡെഫിഷ്യൻസി. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ എമർജൻസി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലെ കൺഫൈൻഡ് സ്പേസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഒരു ഡ്രെയിനേജിന്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു മാൻഹോളിന്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വലിയൊരു ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഓടി ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാള് എങ്ങനെ പുറത്തിറക്കും? ഒരു ടാങ്കിന്റെ ചെറിയൊരു ഗ്യാപ്പിൽ കൂടി എങ്ങനെ മറ്റു വർക്കേഴ്സ് എങ്ങനെ ഇറക്കാൻ പറ്റും? മനസ്സിലായോ? അപ്പൊ എമർജൻസി ടൈമിൽ പെട്ടെന്ന് ഇറങ്ങാനോ പെട്ടെന്ന് പുറത്തേക്ക് പോവാനോ ഇതിൽ പറ്റില്ല, അല്ലെ? അപ്പൊ ഇത്രയും പ്രോബ്ലംസ്, ഇത് മാത്രല്ല ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ റിസ്ക് ഉണ്ട്, എൻഗൾഫ്മെന്റ്, ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ ഇപ്പൊ ചിലപ്പോൾ വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും സോളിഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് പെട്ടുപോവാം. എൻഗൾഫ്മെന്റ് എന്ന് പറയും, എൻട്രാപ്മെന്റ്, എൻഗൾഫ്മെന്റ് എന്നൊക്കെ പറയും. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഫ്യൂംസ്, ഇപ്പൊ അതിനുള്ളിൽ വെൽഡിങ് കൂടി ചെയ്യാൻ പോവാണെന്ന് വെക്കാം. ഓക്കെ, അപ്പൊ വെൽഡിങ് ഫ്യൂംസ്, അവിടെ ഒന്നാമത്തെ കൺഫൈൻഡ് ആയ സ്പേസ് ആണ്, കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും, അപ്പൊ എയർ സർക്കുലേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഫ്യൂംസ് പെട്ടെന്ന് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടെങ്കിലോ പെട്ടെന്ന് അവിടെ ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഹസാർഡ്സ്. പിന്നെ ഹോട്ട് എൻവയോൺമെന്റ്, പെട്ടെന്ന് മീൻസ് ഹീറ്റ് സ്ട്രെസ് ഉണ്ടാവാം, അതിനുള്ളിൽ ഹീറ്റ് സ്ട്രെസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഹസാർഡ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ക്ലിയർ ആണോ? അപ്പൊ കൺഫൈൻഡ് സ്പേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു പെയിന്റിംഗ് വർക്ക് ഇൻസൈഡ് എ ടാങ്ക്, അല്ലെങ്കിൽ മീൻസ് മാൻഹോൾ, അല്ലെങ്കിൽ ഡ്രെയിനേജ് ക്ലീനിങ്, എന്തെങ്കിലും ക്ലീനിങ് വർക്ക് ഇൻസൈഡ് ദ സൈലോ, വെന്റ്, ഓക്കെ, സ്റ്റോറിംഗ് പ്ലേസസ്, സ്റ്റോറിംഗ് ചേംബർ, ഇതൊക്കെ നമുക്ക് കൺഫൈൻഡ് സ്പേസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. കൺഫൈൻഡ് സ്പേസിന്റെ ഹസാർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മീൻസ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അവിടെ ഹസാർഡസ് ഗ്യാസസ് ഉള്ളതാവാം, അല്ലെങ്കിൽ അവിടെ പ്രോപ്പർ ലിമിറ്റഡ് എൻട്രി എക്സിറ്റ് മെത്തേഡ്സ് ഇല്ല, വെന്റിലേഷൻ കൊടുത്തിട്ടില്ല, ലൈറ്റിംഗ് ഇല്ല. ഓക്കെ, ലാക്ക് ഓഫ് അഡിക്വേറ്റ് ലൈറ്റിംഗ്, അതിൻ്റെ ഉള്ളിൽ ലൈറ്റിംഗ് ഉണ്ടാവോ? ഇല്ല, അഡിക്വേറ്റ് ലൈറ്റിംഗ് ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ നമുക്ക് കൺഫൈൻഡ് സ്പേസിന്റെ ഹസാർഡ്സ് ആയിട്ട് പറയാം. ക്ലിയർ അല്ലേ? പിന്നെ വേണമെങ്കിൽ അത് ഡ്രൗണിങ് എന്ന് പറയാം, അതായത് നമ്മളിപ്പോ കയറിയിട്ടുള്ള കൺഫൈൻഡ് സ്പേസിൽ വെള്ളം വന്ന് നിറഞ്ഞ് ആളുകൾ മുങ്ങി മരിച്ചു പോവാം. ഓക്കെ, അപ്പൊ പല പല റിസ്ക് പല സൈഡിൽ നിന്നായിരിക്കും കൺഫൈൻഡ് സ്പേസിൽ വരിക. പക്ഷെ രക്ഷപ്പെടുത്താനുള്ള മീൻസ് വർക്കേഴ്സ് സ്വയം രക്ഷപ്പെടാനും നമുക്ക് രക്ഷപ്പെടുത്താനുള്ള ചാൻസസ് കുറവാണ്. നമ്മൾ ഇതിനെ റെസിഡ്യുവൽ റിസ്ക് എന്ന് പറയും. എന്താണ് റെസിഡ്യുവൽ റിസ്ക്? കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ റിസ്ക് എല്ലാം കൺട്രോൾ ചെയ്തിട്ടും സ്റ്റിൽ കൺട്രോൾ മെഷർ എല്ലാം കൊടുത്തിട്ടും സ്റ്റിൽ റിസ്ക് റിമൈൻഡ് അറ്റ് ദാറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റിസ്ക് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനിയും വരാൻ ചാൻസ് ഉണ്ട്, ഇനിയും ആക്സിഡന്റ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെയാണ് റെസിഡ്യുവൽ റിസ്ക്. എല്ലാ കൺട്രോൾസും കൊടുത്തിട്ടും ബാക്കി വരുന്ന റിസ്കിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസിഡ്യുവൽ റിസ്ക് എന്ന് പറയും. അപ്പൊ കൺഫൈൻഡ് സ്പേസിൽ നമുക്ക് കൊടുക്കാവുന്ന എല്ലാ കൺട്രോൾ മെഷറും നമുക്ക് കൊടുക്കാം. അതായത് എക്സാമ്പിൾ, നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് പെർമിറ്റ് എടുക്കും. ഹൈ റിസ്ക് ആക്ടിവിറ്റി ആണ്, ഇപ്പൊ കൺഫൈൻഡ് സ്പേസിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ പെർമിറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പെർമിറ്റിൽ അത് ഓക്കെ ആക്കി കൺഫേം ചെയ്യാണ്ട് പെർമിറ്റ് കൊടുക്കില്ല. അതാണ് പെർമിറ്റ് വർക്ക് സിസ്റ്റം. ഓക്കെ, സിൻസ് ഇറ്റ് ഇസ് എ ഹൈ റിസ്ക് ആക്ടിവിറ്റി, വർക്കേഴ്സിന്റെ കൺഫൈൻഡ് സ്പേസ് എൻട്രി പെർമിറ്റ് എന്നാണ് പറയാം. അതിലോട്ട് ഇറക്കുന്നതിന് മുമ്പ് അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത്, എല്ലാ കൺട്രോൾസും പ്രിക്കോഷൻസും ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് പെർമിറ്റ് കൊടുക്കുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് അണ്ടർ പെർമിറ്റ് വർക്ക് സിസ്റ്റം. നിങ്ങൾ സേഫ്റ്റി ഓഫീസർ ആകുമ്പോൾ നിങ്ങൾ പെർമിറ്റ് എടുക്കേണ്ടതാണ്. ഓക്കെ, സോ മേ ബി സൂപ്പർവൈസർ അല്ലെങ്കിൽ അവിടുത്തെ ജോബ് പെർഫോമേഴ്സ് ഒക്കെ ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ആണ്. എന്നാലും നിങ്ങൾ പെർമിറ്റ് വർക്ക് സിസ്റ്റം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സേഫ്റ്റി പ്രൊസീജിയർ ആണ്. ഓക്കെ, സോ ആദ്യം തന്നെ പെർമിറ്റ് വർക്കിലായിരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് പറയാം അവിടെ പ്രോപ്പർ ആയിട്ടുള്ള കൺഫൈൻഡ് സ്പേസ് എൻട്രി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, കോമ്പറ്റന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഗ്യാസ് ടെസ്റ്റിംഗ്, ഓക്കെ, ഓക്സിജൻ ലെവൽ ടെസ്റ്റിംഗ്, ഗ്യാസ് ടെസ്റ്റിംഗ്, ടോക്സിക് ഗ്യാസ് ടെസ്റ്റിംഗ്, ഇതൊക്കെ നടത്തിയിട്ടുണ്ടാവണം ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ എൻട്രി. വർക്കേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവര് ശ്വാസം മുട്ടി മരിച്ചു പോയില്ലേ? മനസ്സിലായോ? ആദ്യം തന്നെ ഗ്യാസ് ടെസ്റ്റിംഗ്, ഇങ്ങനത്തെ ഓക്സിജൻ മീറ്റേഴ്സ്, മൾട്ടി ഗ്യാസ് ഡിറ്റക്ടേഴ്സ്, ഇതൊക്കെ H2S ഡിറ്റക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും.
വർക്കേഴ്സിന് പേഴ്സണൽ ആയിട്ടുള്ള ഡിറ്റക്ടേഴ്സ് കൊടുക്കാം. അതൊരു ലെവലിലല്ല, നമ്മൾ പല പല ലെവലിൽ ചിലപ്പോ മീൻസ് കൺഫൈൻ സ്പേസിൽ ഏറ്റവും മീൻസ് എഡ്ജിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മിഡിൽ എയറിലായിരിക്കും ഉണ്ടാവുക, ടോപ്പ് ലെയറിലായിരിക്കും ഉണ്ടാവുക. മീൻസ് ഓരോ ഗ്യാസിന്റെയും നേച്ചർ അനുസരിച്ച് പല പല രീതിയിൽ അത് ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അവിടെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെന്ന് അറിയാൻ വേണ്ടി ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റും അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടോ എന്നുള്ളതാണ്. അഡിക്വേറ്റ് ലൈറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അത് എപ്പോഴും സാധാരണ ലൈറ്റിംഗ് അല്ല, നമുക്ക് DC വോൾട്ടേജിലുള്ള ലൈറ്റ്, ഇപ്പൊ 24 വോൾട്ട് ഒക്കെ ഉള്ള അത്രയും മീൻസ് വോൾട്ടേജ് കുറവുള്ള ലെസ് ഡേഞ്ചറസ് ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ് കൊടുക്കേണ്ടത്. ലൈറ്റിംഗ് കൊടുക്കുക. പിന്നെ വെന്റിലേഷൻ, അത് ഫ്രഷ് എയർ സപ്ലൈ എന്തായാലും ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് ബ്ലോവറോ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാൻ ഒക്കെ കൊടുക്കുക. സാധാരണ ബ്ലോവർ ആണ് കൊടുക്കുക, മീൻസ് വെന്റിലേഷന് വേണ്ടി, എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലോവർ കൊടുക്കാന്ന് പറയാം. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ കൺഫൈൻ സ്പേസിന്റെ ഒരു വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടോളൂ, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ. പിന്നെ വെന്റിലേഷൻ കൊടുക്കാം. ഓക്കെ. പിന്നെ കോമ്പിറ്റന്റ് വർക്കർ ആയിരിക്കണം. ഇപ്പൊ ക്ലസ്ട്രോഫോബിക് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? എന്താ ക്ലസ്ട്രോഫോബിയ? അടഞ്ഞെടുക്കുന്ന സ്പേസിൽ പെട്ടെന്ന് പാനിക് ആവുന്ന ആളുകളൊക്കെ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റില്ല. ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ള ആളെ വേണം നമുക്ക് എടുക്കാൻ. പിന്നെ ആസ്മ, പെട്ടെന്ന് ശ്വാസം മുട്ട് ഉണ്ടാവുന്ന ആളുകൾ, ഹാർട്ട് ഡിസീസ്, അങ്ങനെയുള്ള പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കൂടുക, അങ്ങനെയുള്ള ആളുകളേക്ക് നമുക്ക് കൺഫൈൻ സ്പേസിലോട്ട് എടുക്കാൻ പറ്റില്ല. പേഴ്സൺ ഷുഡ് ബി മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ്, സൈക്കോളജിക്കലി കൂടി ഫിറ്റ് ആയിരിക്കണം. ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള ആളുകളൊന്നും നമ്മൾ കൺഫൈൻ സ്പേസിൽ എടുക്കാൻ പാടില്ല. കാരണം ഒന്നാമത്തെ അടഞ്ഞു കിടക്കുന്ന സ്പേസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. പിന്നെ എന്താ വേണ്ടത്? ഹലോ, വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്തൊക്കെ കൺട്രോൾസ് വേണമെന്ന്? പിന്നെ പുറത്തൊരാളെ നിർത്തില്ലേ ചെക്ക് ചെയ്യാനായിട്ട്? യെസ്, കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ കൺഫൈൻ സ്പേസ് അറ്റൻഡന്റ് ഓർ ഹോൾ വാച്ചർ ഓർ സ്റ്റാൻഡ് ബൈ എന്നൊക്കെ പറയും. ഓക്കെ. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പെർമിറ്റ് ഒക്കെ കൊടുത്ത് കൺട്രോൾസ് കൊടുത്ത് വർക്കേഴ്സ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞാൽ അവരെ താഴെ ഇറക്കിയിട്ട് കാര്യമില്ല. ഓക്കെ. ദർ ഷുഡ് ബി എ മീൻസ് എന്താ കൺഫൈൻഡ് സ്പേസ് അറ്റൻഡന്റ് ഓർ ഹോൾ വാച്ചർ ടു മോണിറ്റർ എൻറ്റയർ ദ ഓപ്പറേഷൻ ഇൻസൈഡ് ദ കൺഫൈൻഡ് സ്പേസ് ആൻഡ് ഗിവ് ഇൻസ്ട്രക്ഷൻ അക്കോർഡിംഗ്ലി. അവിടെ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ഇതിനെപ്പറ്റി പ്രോപ്പർ ഗൈഡ് ലൈൻസ് കൊടുക്കാനും ഇത് വാച്ച് ചെയ്യാനും, കാണാൻ പറ്റുന്നില്ല മീൻസ് അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ലൈക്ക് വോക്കി ടോക്കി ഓർ നമുക്ക് VHF റേഡിയോ, ഇതൊക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവണം ആസ് എ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. അപ്പൊ കണ്ടിന്യൂസ്ലി നമ്മൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അവിടെ വർക്ക് എന്താണ്, വർക്ക് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു, അവർക്ക് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതെല്ലാം നോക്കുന്ന ഒരാളും കൂടി വേണം. ഓക്കെ. ഗ്യാസ് ടെസ്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടാണ് അവിടെ ഓക്കെ ആണെന്ന് വെച്ചിട്ടാണ് വിട്ടിട്ടുള്ളത്. പക്ഷെ പെട്ടെന്ന് ഒരു എമർജൻസി അവിടെ ഉണ്ടാവാം. ഓക്കെ. സോ അത് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഉള്ളതാണ് ലോട്ടോ. നിങ്ങൾ ലോട്ടോ കേട്ടിട്ടുണ്ടോ? ഇമ്പോർട്ടന്റ് ആണ്. അതും ഒരു ഇന്റർവ്യൂ ക്വസ്റ്റൻ ആണ് കേട്ടോ. സേഫ്റ്റിയിൽ വരുന്ന ഒരു ഇന്റർവ്യൂ ക്വസ്റ്റൻ ആണ് ലോട്ടോ. ലോട്ടോ എന്ന് പറയുമ്പോൾ ലോക്ക് ഔട്ട് ടാഗ് ഔട്ട് എന്ന് പറയും. അതായത് നമ്മളിപ്പോ കയറാൻ പോകുന്ന ആ ഒരു ഏരിയയിലോട്ട് ഇപ്പോ എന്തെങ്കിലും മെഷീൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻഫീഡ് ഔട്ട്ഫീഡ് പൈപ്പ് ലൈൻസ് ഉണ്ടാവാം. ഓക്കെ. ഇപ്പോ സോൾവെന്റ്, കെമിക്കൽസ്, പൈപ്പ് ലൈൻസ് ഉണ്ടാവാം, വാട്ടർ പൈപ്പ് ലൈൻസ് ഉണ്ടാവാം, പലതരത്തിലുള്ള മെഷീൻസോ ഇതൊക്കെ ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ ഇലക്ട്രിക് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ വർക്കേഴ്സ് കയറുമ്പോൾ അവർക്ക് ഷോക്ക് അല്ലെങ്കിൽ കെമിക്കൽസ് അല്ലെങ്കിൽ ഈ ലൈൻസ് ഒക്കെ കോണ്ടാക്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഇത് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് ലോക്ക് ചെയ്ത് ഈ ഡിവൈസസ് എല്ലാം, മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എനർജി ഡിവൈസസ് എല്ലാം നമ്മൾ ലോക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി ടാഗ് ചെയ്തിട്ടുണ്ടാവണം. ആരും അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ വർക്കേഴ്സ് അതിൽ ഇറങ്ങുമ്പോഴായിരിക്കും അവർക്ക് ഷോക്ക് കിട്ടുക. ഓക്കെ. അത് ഓൺ ആക്കുക. അപ്പൊ ഇത് ലോക്ക് ചെയ്ത് ടാഗ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. അവർക്ക് ഒരു ആക്സിഡന്റും ഉണ്ടാവരുത്. ഓക്കെ. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ഒരു സൂപ്പർവിഷൻ പറഞ്ഞു, കോമ്പറ്റന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണമെന്ന് പറഞ്ഞു, ലൈറ്റിംഗ് പറഞ്ഞു, വെന്റിലേഷൻ പറഞ്ഞു. അത് കൂടാണ്ട് പെട്ടെന്ന് ഇറങ്ങാനും പെട്ടെന്ന് കയറാനും പറ്റുന്ന രീതിയിലായിരിക്കണം. അതായത് ഇപ്പോ ചിലപ്പോൾ ലാഡറിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ ടാങ്കുകളായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന വലിപ്പമൊന്നുമല്ല. ഓയിൽ ആൻഡ് ഗ്യാസിലൊക്കെ എന്ന് പറയുമ്പോൾ വലിയ വലിയ ടാങ്കുകളാണ്. ഓക്കെ. ആ ടാങ്കിന്റെ ഉള്ളിൽ തന്നെ സ്കഫോൾഡ് ഇടാറുണ്ട്. മനസ്സിലായി? അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം അത്രയും വലിയ ടാങ്കുകളാണ്. അപ്പൊ ഈ ടാങ്കിന്റെ ഉള്ളിലൊക്കെ ലാഡറിലൊക്കെ ഇറങ്ങാറുണ്ട് ചില വർക്കേഴ്സ് ഒക്കെ. പക്ഷെ അല്ല, അത്രയും ടൈം എടുക്കും. ഇപ്പൊ ഫോൾ ഫ്രം ഹൈറ്റ് റിസ്ക്കും കൂടി വരികയാണ് ലാഡറിലൊക്കെ ഇറങ്ങുമ്പോൾ. അപ്പോൾ അവരെ പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവരുടെ മീൻസ് ലേനിയാർഡ് കണക്ട് ചെയ്ത് പുള്ളി സിസ്റ്റം അല്ലെങ്കിൽ ട്രൈപോഡ് സിസ്റ്റം എന്നൊക്കെ പറയും. ട്രൈപോഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവരെ ലേനിയാർഡ് കണക്ട് ചെയ്ത് നമുക്ക് പുള്ളി സിസ്റ്റത്തിലൂടെ അവരെ പെട്ടെന്ന് താഴെ ഇറക്കാൻ പറ്റും. അങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാം. സേഫ് എൻട്രി ആൻഡ് എക്സിറ്റ് മെത്തേഡ് എന്ന് പറയാം. പെട്ടെന്ന് സേഫ് ആയിട്ട് അവരെ ഇറക്കാനും അതിനും
എന്താ പുറത്തേക്ക് എന്താ കൊണ്ടുവരാനും പറ്റുന്ന സിസ്റ്റംസ് കൊണ്ടുവരാം, മെക്കാനിക്കൽ സിസ്റ്റംസ് കൊണ്ടുവരാന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് PPE ആണ്. PPE എന്ന് പറയുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് അവിടെ ഹസാർഡസ് ഗ്യാസസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫുൾ ബോഡി നമ്മുടെ മാസ്ക് കൊടുത്തിട്ടുണ്ടാവണം. മാസ്ക് എന്ന് പറയുമ്പോൾ സാധാരണ മാസ്ക് അല്ല. ഹസാർഡസ് ഗ്യാസസ് ഉണ്ടെങ്കിൽ അവിടെ സെൽഫ് കണ്ടെയ്ൻ ബ്രീത്തിങ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ഡസ്റ്റ് അല്ലെങ്കിൽ അതേപോലത്തുള്ള ഹസാർഡസ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ ഫുൾ ഫേസ് റെസ്പിറേറ്റേഴ്സ് അല്ലെങ്കിൽ സ്കാബ ആണ് നമ്മൾ പറയാ. സ്കാബ എന്ന് പറയുമ്പോൾ സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് ആണ്. നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉള്ള ബ്രീത്തിങ് അപ്പാരറ്റസ് കണ്ടിട്ടില്ലേ? ഓക്കെ, ഫ്രഷ് എയർ സപ്ലൈ അതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള PPEs കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്ലൗസ്, ഫുൾ ബോഡി ഹാർനസ്, മീൻസ് ഹൈറ്റിൽ നിന്നായിരിക്കും ചിലപ്പോൾ വർക്കേഴ്സ് ഇറങ്ങുന്നത്. അപ്പൊ ഫുൾ ബോഡി ഹാർനസ് കൊടുത്തിട്ടുണ്ടാവണം. ഹൈറ്റ് വർക്ക് മീൻസ് ഹൈറ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഫുൾ ബോഡി ഹാർനസ്, ഗ്ലൗസ്, ഷൂസ്, മീൻസ് കവറോള്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അത്രയും കുറെ കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്, കുറെ പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് അറേഞ്ച്മെന്റ്സ്. ഓക്കെ, അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കൺഫൈൻ സ്പേസ് ആണെങ്കിൽ നമ്മൾ എന്തായാലും ഫസ്റ്റ് എയ്ഡ് അറേഞ്ച്മെന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവും, അവൈലബിൾ ആയിരിക്കണം. ആൻഡ് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് വീഴുന്നത്, പെട്ടെന്ന് ഒരു H2S എക്സ്പോഷർ ഉണ്ടാവുകയാണ്. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അയാളെ ഇറക്കി അപ്പൊ തന്നെ അയാൾക്ക് ചിലപ്പോൾ CPR കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് അറേഞ്ച്മെന്റ് അവിടെ കൊടുക്കേണ്ടി വരും. സോ ഫസ്റ്റ് എയ്ഡ് അറേഞ്ച്മെന്റ്സ് അവിടെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ നമുക്ക് എമർജൻസി അറേഞ്ച്മെന്റ്സ്, പെട്ടെന്ന് തന്നെ എമർജൻസി ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിലുള്ള എമർജൻസി അറേഞ്ച്മെന്റ്സ് അവിടെ ഉണ്ടാവണം. ഫയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അപ്പൊ ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ്സ് അവിടെ ഉണ്ടാവണം. ഫയർ എക്സ്റ്റിങ്ക്വിഷർ അല്ലെങ്കിൽ ഒരു ഫയർ വാച്ചർ. ഓക്കെ, വെൽഡിംഗ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫയർ വാച്ചർ കൂടി ഉണ്ടാവണം. ഫയർ മീൻസ് ഇതെല്ലാം മോണിറ്റർ ചെയ്യാനുള്ള കോമ്പിറ്റന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഫയർ വാച്ചർ. അവിടെ ഒരു ഫയർ വാച്ചർ ഉണ്ടാവണം, ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടാവണം. ഇതൊക്കെ ഉറപ്പായിട്ടും കൊടുക്കേണ്ടതാണ്. ക്ലിയർ ആണോ? ഹലോ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കൺഫൈൻഡ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇത്രയും കൺട്രോൾ മെഷേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ് മിസ്, ക്ലിയർ. സോ ഇത് നിങ്ങൾ കൺഫൈൻഡ് സ്പേസ് എൻറ്ററിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഗ്രൂപ്പ് മീൻസ് നമ്മുടെ യൂട്യൂബിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊന്ന് കാണാം. ഓക്കെ, കൺഫൈൻഡ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അതില് ആദ്യം തന്നെ പെർമിറ്റ് വർക്ക് സിസ്റ്റം ഉണ്ട്, പ്രോപ്പർ റിസ്ക് അസസ്മെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പ്രോപ്പർ കൺഫൈൻഡ് സ്പേസ് എൻട്രി പ്ലാൻ ഉണ്ടാവണം, കോമ്പിറ്റന്റ് വർക്കേഴ്സ് ആയിരിക്കണം. പിന്നെ പ്രോപ്പർ ആയിട്ട് ഈ കൺഫൈൻഡ് സ്പേസ് എൻട്രി തുടങ്ങുന്നതിന് മുമ്പ് ടൂൾ ബോക്സ് സ്റ്റോക്സ് കൊടുക്കും വർക്കേഴ്സിന്. ഇതൊക്കെയാണ് വർക്കിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സേഫ്റ്റി ബ്രീഫിംഗ് കൊടുക്കും. ഓക്കെ, ആൻഡ് കോമ്പിറ്റന്റ് വർക്കർ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി ഫിറ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കണം. സേഫ് വർക്കിംഗ് മെത്തേഡ് SSW അവർ ഫോളോ ചെയ്യണം. ഓക്കെ, പിന്നെ ലൈറ്റിംഗ്, അതിനുള്ളിൽ വേണ്ട ലൈറ്റിംഗ്, വെന്റിലേഷൻ, ഓക്കെ, ഓക്സിജൻ സപ്ലൈ, ബിഫോർ ആൻഡ് എന്താ ആഫ്റ്റർ നമ്മൾ എന്താ ഡ്യൂറിങ് ദ വർക്ക് നമ്മൾ കൺഫൈൻഡ് സ്പേസിലുള്ള ഗ്യാസ് ടെസ്റ്റ് നടത്തണം. ഓക്കെ, ഗ്യാസ് എന്തെങ്കിലും ടോക്സിക് ഗ്യാസ് ഉണ്ടോ, ഓക്സിജൻ ലെവൽ കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അവിടെ എന്താ പ്രോപ്പർ ആയിട്ടുള്ള ലോട്ടോ, അതായത് മെക്കാനിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസ് ഒക്കെ എല്ലാം ഓഫ് അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ് ലോട്ടോ സിസ്റ്റം. ലോക്ക്ഔട്ട് ടാഗ് ഔട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് അറേഞ്ച്മെന്റ്സ്, എമർജൻസി അറേഞ്ച്മെന്റ്സ്, ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ്സ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ എന്താണ് എല്ലാ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും അവിടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും PPEs എല്ലാം വർക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവണം. സൂപ്പർവിഷന് വേണ്ടിയിട്ട് അവിടെ ഒരു നമ്മുടെ കൺഫൈൻ സ്പേസ് അറ്റൻഡന്റ് ഓർ ഹോൾ വാച്ചർ ഉണ്ടാവണം. അത് കൂടാതെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊരു ലാർജ് ടോപ്പിക്കാണ്. നമ്മളിപ്പോ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അത്രയും ലാർജ് ടോപ്പിക്കാണ്. സോ ഇത് നിങ്ങൾ അത്രയും നന്നായിട്ട് പഠിക്കണം. മീൻസ് ഇന്റർവ്യൂലാണെങ്കിൽ തന്നെ കൺഫൈൻ സ്പേസ് എന്താണ്, കൺഫൈൻ സ്പേസ് പ്രിക്കോഷൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ, യെസ് മിസ്. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ മാനുവൽ ഹാൻഡലിംഗ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാനുവൽ ഹാൻഡലിംഗ് എവിടെയെങ്കിലും? സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്, അതിന്റെ പേര് ഡിഫറെന്റ് ആണെന്നുള്ളൂ. ഓക്കെ, അതായത് മാനുവൽ ഹാൻഡലിംഗ്, അതിൽ തന്നെ ഉണ്ട് എന്താണ് ടോപ്പിക് എന്നുള്ളത്. ഹെഡിങ് കൊടുക്കുക
മാനുവൽ ഹാൻഡ്ലിംഗ്. നിങ്ങൾ ക്ലാസ് വെറുതെ ഇങ്ങനെ ചെവിയില് കേട്ടുകൊണ്ടിരിക്കാതെ മീൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ നോട്ട് ചെയ്യുക. അപ്പൊ കൺഫൈൻഡ് സ്പേസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് അടുത്ത ടോപ്പിക്കാണ് മാനുവൽ ഹാൻഡ്ലിംഗ്. ഓക്കെ, സോ വാട്ട് ഈസ് മാനുവൽ ഹാൻഡ്ലിംഗ്? മാനുവൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ പുഷിംഗ്, പുള്ളിംഗ്, ലിഫ്റ്റിംഗ്, ക്യാരിയിങ് ഓക്കെ ഓഫ് എ ലോഡ് ഓക്കെ ബൈ ഫിസിക്കൽ ഫോഴ്സ്, ബൈ ബോഡിലി ഫോഴ്സ്. നമ്മുടെ ശാരീരിക അധ്വാനം വെച്ച്, നമ്മുടെ ബോഡിലി ഫോഴ്സ്, ഫിസിക്കൽ ഫോഴ്സ് എന്താണെന്ന് അറിയാലോ. നമ്മൾ വേറെ ഒരു ഉപകരണങ്ങളോ ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ ഒരു ലോഡ്, ഇപ്പൊ നമ്മൾ അടുക്കളയിൽ ഒരു സിലിണ്ടർ സിലിണ്ടർ മാറ്റില്ലേ, അത് മാനുവൽ ഹാൻഡ്ലിംഗ് ആണ്. മനസ്സിലായോ? ഒരു സിലിണ്ടർ പൊക്കി മാറ്റി വെച്ച് വേറൊരു സിലിണ്ടർ വെക്കുന്നത് എന്താണ്? മാനുവൽ ഹാൻഡ്ലിംഗ് ആണ്. ഇപ്പൊ ലോഡിംഗ് വർക്കേഴ്സ് ചെയ്യുന്ന ലോഡിംഗ് അൺലോഡിംഗ് മാനുവൽ ഹാൻഡ്ലിംഗ് ആണ്. മനസ്സിലായോ? ദാറ്റ് ഇസ് മാനുവൽ ഹാൻഡ്ലിംഗ്. ക്ലിയർ ആണോ? ഹലോ, ഡൗട്ട് ഉണ്ടോ? ഹലോ, അല്ലേ? ഓക്കെ, ലിഫ്റ്റിംഗ്, ക്യാരിയിങ്, പുഷിംഗ്, പുള്ളിംഗ് ഓഫ് എ ലോഡ്, ഓഫ് എനി പർട്ടിക്കുലർ ലോഡ്, എന്താ? ബൈ അപ്ലൈയിങ് ഫിസിക്കൽ ഫോഴ്സ്. നമ്മുടെ ശാരീരിക അധ്വാനം ഉപയോഗിച്ച് ഒരു ലോഡ് ലിഫ്റ്റ് ചെയ്യോ ക്യാരി ചെയ്യോ പുഷ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് മാനുവൽ ഹാൻഡ്ലിംഗ്. അതിന്റെ ഹസാർഡ്സ് എന്തൊക്കെയാണ്? നമ്മൾ തന്നെ അത്യാവശ്യം ഒരു 30 കിലോസ് അല്ലെങ്കിൽ ഒരു 40 കിലോസ് ഉള്ള ഒരു ലോഡ് എടുത്ത് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ തോന്നാം? നമുക്ക് എന്തൊക്കെ ഫീൽ ചെയ്യും? എന്തൊക്കെയായിരിക്കും പ്രശ്നം? ഹലോ, ഒരു പ്രശ്നമില്ലേ? പെയിൻ ഉണ്ടാവും, ബാക്ക് ഇഞ്ചറീസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ബാക്ക് പെയിൻ ഉണ്ടാവാം, ബാക്ക് മസിൽ ഇഞ്ചുറി ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, പിന്നെ എന്താണ് വേറെ പ്രശ്നം? എന്താണ്? ഇത് നമുക്ക് ഡെയിലി ലൈഫിലുള്ള ഒരു കാര്യമല്ലേ. ഇത് നിങ്ങൾക്ക് എന്തായാലും എല്ലാ മീൻസ് ഈ ഹസാർഡ് ടോപ്പിക് നമുക്ക് ഏത് വർക്ക് പ്ലേസ് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. സോ എന്താണ് ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ബാക്ക് മസിൽ ഇഞ്ചുറി മാത്രമാണോ പ്രശ്നം വരുന്നത്? ഇപ്പൊ ടെൻഡൻ ആൻഡ് ലിഗമെന്റ് ഡാമേജ് വരാം, അല്ലെങ്കിൽ മസിൽ ഇഞ്ചുറി വരാം, അല്ലെ, ഹെർണിയ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡിസ്ക് ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മസിൽ ഇഞ്ചുറി, ബാക്ക് പെയിൻ അല്ലെ, ബാക്ക് പെയിൻ ഓർ ബാക്ക് മസിൽ ഇഞ്ചുറി, ഡിസ്ക് ഡാമേജ്, അല്ലെങ്കിൽ ഹെർണിയ, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് അപ്പർ ലിം ഡിസോർഡേഴ്സ്. കൈകൾ കൂടുതൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അപ്പർ ലിം ഡിസോർഡേഴ്സ്, നമ്മുടെ കൈകൾക്കുള്ള പെയിനാണ് അപ്പർ ലിം ഡിസോർഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, കൈകൾക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഈ മാനുവൽ ഹാൻഡ്ലിങ്ങിലൂടെ ഉണ്ടാവാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇഷ്യൂസ്, കോൺസിക്വൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ബാക്ക് പെയിൻ അല്ലെങ്കിൽ ബാക്ക് മസിൽ ഇഞ്ചുറീസ്, ഡിസ്ക് ഡാമേജ് അല്ലെ, ഹെർണിയ, ടെൻഡൻ ആൻഡ് ലിഗമെന്റ് ഡാമേജ്, മസിൽ ഇഞ്ചുറി, ഇതൊക്കെ നിങ്ങൾക്ക് കോൺസിക്വൻസ് ആയിട്ട് പറയാം. അപ്പൊ എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്? എന്തൊക്കെ ചെയ്യാം? ആദ്യം തന്നെ ഇതിലാണ് നമുക്ക് ശരിക്കും എലിമിനേഷൻ പോസിബിൾ ആവുന്നത് അല്ലെ. അതായത് എലിമിനേറ്റ് മാനുവൽ ഹാൻഡ്ലിംഗ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക്. നമുക്കൊരു ഫോർക്ക് ലിഫ്റ്റ് ട്രക്ക് വെച്ച് എന്ത് ചെയ്താൽ മതി? ലോഡ് ഓപ്പറേറ്റ് ചെയ്ത് ലോഡ് ഫോർക്കിൽ വെച്ച് ലോഡ് എന്ത് ചെയ്യാം? കൊണ്ടുപോയി എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കാം. സിമ്പിൾ അല്ലേ? ലോഡ് എടുക്കാനും ആരും വേണ്ട, അത് വെക്കാനും പ്ലേസ് ചെയ്യാൻ ആരും വേണ്ട അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് മെക്കാനിക്കൽ ഡിവൈസ് വെച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാം. മാനുവൽ ഹാൻഡ്ലിംഗ് എന്നുള്ള പരിപാടി ചെയ്യണ്ട. വർക്കേഴ്സിന് ബാക്ക് പെയിനും ഇല്ല, ബാക്ക് മസിൽ ഇഞ്ചുറി ഇല്ല അല്ലെ. ഏറ്റവും എളുപ്പമുള്ള പരിപാടി അല്ലേ അല്ലെ. ഇവിടെയാണ് എലിമിനേഷൻ ശരിക്കും പോസിബിൾ ആവുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എലിമിനേഷൻ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മീൻസ് മാനുവൽ ഹാൻഡ്ലിങ്ങിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ മീൻസ് മാനുവൽ ഹാൻഡ്ലിംഗ് വേറെ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് ചെയ്യാന്നൊക്കെ പറയാം. പക്ഷെ അത് എലിമിനേഷൻ തന്നെ അവിടെ ഉണ്ടല്ലോ, അപ്പൊ അത് പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ദ ലോഡ് റെഡ്യൂസ് ചെയ്യാന്ന് പറയും. ചെറിയ ചെറിയ ലോഡ് ലിഫ്റ്റ് ചെയ്യാം. ഇപ്പോ 25 കിലോഗ്രാമിന് മുകളിൽ ലിഫ്റ്റ് ചെയ്യരുതെന്നാണ് നമ്മൾ സാധാരണ ലിമിറ്റ് പറയാം. അപ്പൊ ചെറിയ സ്മോളർ ലോഡ് ലിഫ്റ്റ് ചെയ്യാന്ന് പറയാം. കൂടുതൽ നമ്പർ ഓഫ് വർക്കേഴ്സിനെ കൊടുക്കാം. ചിലപ്പോ ഒരു 2 വർക്കറിനെ കൊണ്ട് എൻറ്റയർ വർക്ക് ചെയ്യാതെ ഒരു മീൻസ് ലോറി നിറയെ സിമെന്റ് സാക്ക് അല്ലെങ്കിൽ ലോഡ് എടുക്കാനുണ്ടെങ്കിൽ അത് ഒരു വർക്കറിനെയോ 2 വർക്കറിനെ കൊണ്ട് ചെയ്യിക്കാതെ കൂടുതൽ നമ്പർ ഓഫ് വർക്കേഴ്സിനെ കൊടുക്കാം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഫ്ലോറിൽ നിന്നൊരു തറയിൽ നിന്നൊരു ലോഡ് എടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഒരു ടേബിളിൽ നിന്ന് ഒരു ലോഡ് എടുക്കുന്നത് അല്ലെ. കാരണം ക്യാൻ എലിമിനേറ്റ് സ്റ്റൂപ്പിംഗ് ആൻഡ് ബെൻഡിങ്. നമ്മളിങ്ങനെ നടു കുമ്പിട്ട്
അല്ലെ? കുമ്പിടുക എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റൂപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി വളഞ്ഞ് കംപ്ലീറ്റ്ലി നടു കുമ്പിട്ട് സ്റ്റൂപ്പ് ചെയ്ത് ബെൻഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ബാക്ക് മസിൽ സ്ട്രെയിൻ ഉണ്ടാവും. ഓക്കെ, ബാക്ക് മസിൽസിനാണ് ഫുള്ള് ലോഡ് കിട്ടുക. അപ്പോൾ എന്താണ് ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ സ്റ്റൂപ്പിംഗ് ബെൻഡിങ് അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ടേബിൾ ലിഫ്റ്റിംഗ് കൊണ്ടുവരിക. അതായത് ടേബിളിന്റെ ഹൈറ്റിലുള്ള മെറ്റീരിയൽസ് അവിടെ പ്ലേസ് ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനും സെറ്റിൽ ഡൗൺ ചെയ്യാനും ടേബിൾ ഹൈറ്റിൽ കൊടുക്കുക എന്ന് പറയാം. ഓക്കെ, അതിനെ നമുക്ക് ടേബിൾ ലിഫ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, സേഫ് ലിഫ്റ്റിംഗ് ട്രെയിനിങ് എന്നാണ് പറയാം. അതായത് നിങ്ങൾ ആരെങ്കിലും ജിമ്മിൽ പോകുന്നവരുണ്ടോ? ജിമ്മിൽ പോകുന്നവർക്ക് അറിയാം, ഒരു മീൻസ് നിങ്ങൾ ബാർബെൽ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ലോഡ് അല്ലെ, നിങ്ങൾ ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അല്ലെ, ജിം ട്രെയിനിങ്ങിൽ നിങ്ങൾ ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലെഗിന്റെ പൊസിഷൻ, എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് എടുക്കുമ്പോൾ ബാക്ക് മസിൽസ് ഒരു കർവ് മെയിൻറ്റെയിൻ ചെയ്യും, ലെഗിന് സപ്പോർട്ട് അല്ലെ, നമ്മുടെ തൈസ് ലെഗ്സിനൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ലോഡ് മീൻസ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. അല്ലേ? അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ബാക്ക് മസിൽസ് അധികം ബെൻഡ് ചെയ്യാതെ, അധികം അല്ല, ഒരു എസ് കർവ് മെയിൻറ്റെയിൻ ചെയ്ത് ബെൻഡ് ചെയ്യാതെ നമ്മുടെ ലെഗ് മസിൽസ് മൂവ് ചെയ്യാം. ഓക്കെ, ലെഗ് മസിൽസിന്റെ സപ്പോർട്ടോടെ ലെഗ് മസിൽസ് ബെൻഡ് ചെയ്യാം. ഓക്കെ, ലെഗ് മസിൽസ് ബെൻഡ് ചെയ്ത് നമ്മൾ ലോഡ് എടുക്കുക. ലോഡ് മസ്റ്റ് ബി ക്ലോസ് ടു ദ ബോഡി. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് താഴെ വെക്കുമ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ കുമ്പിടാതെ എന്ത് ചെയ്യണം, ലെഗ് മസിൽസിന്റെ സപ്പോർട്ടോടുകൂടി ലെഗ് മസിൽസ് ബെൻഡ് ചെയ്ത് താഴെ വെക്കണം. മനസ്സിലായോ? ബാക്ക് ഷുഡ് ബി അപ്രൈറ്റ്, അല്ലെങ്കിൽ അപ്രൈറ്റ് എന്ന് പറയാനുള്ള ഒരു എസ് കർവ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ഡെയിലി ലൈഫിലാണെങ്കിൽ പോലും എപ്പോഴും ലോഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴോ ക്യാരി ചെയ്യുമ്പോഴോ അല്ലെ മീൻസ് സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോഴോ താഴെ ഇറക്കുമ്പോഴോ എപ്പോഴും സ്റ്റൂപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ബാക്ക് പെയിൻ, ബാക്ക് മസിൽ ഇഞ്ചുറി, ഈ മസ്കുലോ സ്കെലറ്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും എന്ന് പറയാം. പിന്നെ നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക, വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കാന്ന് പറയാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ട്രോളി, ഇപ്പൊ ട്രോളി നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമ്മള് എയർപോർട്ടിൽ പോകുമ്പോൾ ട്രോളി കിട്ടും. കാരണം എന്താ, നമ്മള് ലോഡ് എന്താ മീൻസ് പാക്കേജ് അല്ലെങ്കിൽ നമ്മുടെ ലഗേജ് ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകണ്ടെന്നുള്ള രീതിയിലാണ് അവിടെ ട്രോളി സൗകര്യം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊരു മാനുവൽ ഹാൻഡ്ലിംഗ് എയ്ഡ് ആണ്. ഓക്കെ, ഒരു എയ്ഡ് കൊടുക്കാം, ട്രോളി, വീൽ ബാരോ, അങ്ങനെ അല്ലെങ്കിൽ ചെയിൻ ബ്ലോക്ക് അല്ലെ, ഇതൊക്കെ ചെറിയ ചെറിയ എയ്ഡുകളാണ്. ഓക്കെ, അപ്പം മാനുവൽ ഹാൻഡ്ലിംഗ് ഫുള്ളി നമുക്ക് ചെയ്യേണ്ട, ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതിയല്ലോ, ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഫുൾ ബോഡിക്ക് ആ കംപ്ലീറ്റ് ലോഡും എന്താണ് താങ്ങേണ്ടി വരില്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ, ട്രോളി അതേപോലെ വീൽ ബാരോ ഇതൊക്കെ മാനുവൽ ഹാൻഡ്ലിംഗ് എയ്ഡുകളാണ്. ഓക്കെ, ഉപകരണങ്ങൾ, ചെറിയ ചെറിയ ഉപകരണങ്ങൾ അവർക്ക് കൊടുക്കാന്ന് പറയാം. അപ്പോൾ അതിന്റെ ഫോഴ്സ് മീൻസ് അതിന്റെ കംപ്ലീറ്റ് എന്താ ലോഡ് അവർക്ക് കിട്ടില്ല. ഓക്കെ, പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, പിന്നെ നമുക്ക് മാനുവൽ ഹാൻഡ്ലിംഗ് അസസ്മെന്റ് നടത്താം. ഓരോ വർക്കേഴ്സും കോമ്പിറ്റന്റ്. നമ്മളിപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അല്ലെങ്കിൽ എൽഡർ വർക്കേഴ്സ് അല്ലെങ്കിൽ തീരെ യങ് ആയിട്ടുള്ള വർക്കേഴ്സിനൊക്കെ നമ്മൾ മാനുവൽ ഹാൻഡ്ലിംഗ് എന്താണ് അവർക്ക് ഇങ്ങനെയുള്ള ജോബ് കൊടുക്കാറുണ്ടോ? ആണോ? പ്രഗ്നന്റ് വർക്കറിനെ കൊണ്ട് നമ്മൾ ലോഡിങ് അൺലോഡിങ് ചെയ്യിക്കോ? ഇല്ല. അപ്പൊ അങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള വർക്കേഴ്സിനെ, ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ, ബാക്ക് പെയിൻ നേരത്തെ ഉള്ള വർക്കേഴ്സിനൊക്കെ നമ്മൾ എന്താ മാനുവൽ ഹാൻഡ്ലിംഗ് ചെയ്യിക്കരുത്. ഓക്കെ, സോ അവോയ്ഡ് എന്താ വൾണറബിൾ വർക്കേഴ്സ്. നമ്മൾ സേഫ്റ്റിയിൽ വൾണറബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഗ്നന്റ് വർക്കർ, മീൻസ് ടോട്ടലി യങ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എൽഡർ വർക്കേഴ്സ് ഉണ്ടാവും. ഇവിടെ മാനുവൽ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ നമുക്ക് ഡിസേബിൾഡ് വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല, അല്ലെ? പിന്നെ നമുക്ക് പറയാം നമ്മുടെ എന്താ എൽഡർ വർക്കേഴ്സ് ഓൾസോ ഹാവ് ബാക്ക് പെയിൻ. ഭയങ്കര പ്രായമായിട്ടുള്ള ബാക്ക് പെയിൻ ഉള്ള വർക്കേഴ്സിനെ കൊണ്ട് നമ്മൾ ഇത് ചെയ്യിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള വൾണറബിൾ വർക്കേഴ്സിനൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, കോമ്പിറ്റന്റ് ആയിട്ടുള്ള, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, കാരണം മാനുവൽ ഹാൻഡ്ലിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്താലേ എന്താണ് ഈ ഇഷ്യൂസ് ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? മാനുവൽ ഹാൻഡ്ലിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ? മാനുവൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ലോഡ് ലിഫ്റ്റ് ചെയ്യുക, ക്യാരി ചെയ്യുക, പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ലോഡ് നമ്മൾ എപ്പോഴും ലിഫ്റ്റ് ചെയ്യുമ്പോൾ മീൻസ് സ്മോളർ ലോഡ് കൊടുക്കുക, ആൻഡ് വർക്കേഴ്സിന് മീൻസ് ഹയർ മോർ വർക്കേഴ്സ് ഫോർ ഡൂയിങ് ടാസ്ക്. പിന്നെ അവർക്ക് മാനുവൽ ഹാൻഡ്ലിംഗ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാന്ന് പറയാം. ഓക്കെ, പിന്നെ ടേബിൾ ലിഫ്റ്റിംഗ് കൊടുക്കുക എന്ന് പറയാം, മാനുവൽ ഹാൻഡ്ലിംഗ് എയ്ഡ് കൊടുക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ,
ഫോർക്ക് ട്രക്കോ അല്ലെങ്കിൽ ക്രെയിനോ, അല്ലെങ്കിൽ ക്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കോമ്പാക്ട് ക്രെയിൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രെയിൻ ഓപ്പറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ്, ഹോയിസ്റ്റ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവെയർ സിസ്റ്റം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ലോഡ്, ബൾക്ക് ആയിട്ടുള്ള ലോഡിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും. വർക്കേഴ്സിനെ കൊണ്ട് തന്നെ അത്ര ഹെവി ലോഡ് ലിഫ്റ്റ് ചെയ്യിക്കാതെ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറയാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെയിൻ കൺട്രോൾസ്. മെയിൻലി എല്ലാ വർക്കേഴ്സും ട്രെയിൻഡ് ആയിരിക്കണം. SLT ട്രെയിനിങ്, സേഫ് ലിഫ്റ്റിംഗ് ട്രെയിനിങ് അവർക്ക് പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, എങ്ങനെ സേഫ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യാം, അത് ആദ്യം തന്നെ എടുക്കുമ്പോൾ നമ്മൾ ലോഡ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നത്, അത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് അവിടെ ലൈറ്റിംഗ് ഉണ്ടോ, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള വേ ഉണ്ടോ, മീൻസ് ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവണം. വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആൻഡ് ലോഡ് ആൻഡ് ദ ബോഡി. ഓക്കെ, സ്റ്റൂപ്പിംഗ് ബെൻഡിങ് ഉണ്ടോ, ഓക്കെ, പ്രോപ്പർ റെസ്റ്റ് ബ്രേക്ക് കൊടുക്കുന്നുണ്ടോ, മീൻസ് പ്രോപ്പർ ആയിട്ട് മീൻസ് ഡ്യൂറേഷൻ, അവിടെ ഹൈ ഡ്യൂറേഷനിലാണോ വർക്ക് ചെയ്യിക്കുന്നത്, എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ്, ബോഡി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ അങ്ങനെ കൂടുതൽ ട്വിസ്റ്റ് ചെയ്യാണ്, റെസ്റ്റ് ബ്രേക്ക് കൊടുക്കുന്നില്ല, ഫോഴ്സ് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരികയാണ്, റിപ്പീറ്റേഷൻ കൂടുതലാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ബാക്ക് പെയിൻ, ബാക്ക് മസിൽ ഇഞ്ചുറി ഒക്കെ പെട്ടെന്ന് ഉണ്ടാവും. ഓക്കെ, സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക, സേഫ് ലിഫ്റ്റിംഗ് ട്രെയിനിങ് കൊടുക്കുക, ആൻഡ് വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക, മീൻസ് സ്മോളർ ലോഡ് ആക്കി കൊടുക്കാം, ടേബിൾ ലിഫ്റ്റിംഗ് കൊണ്ടുവരാം, കോമ്പിറ്റന്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ മാത്രം ചൂസ് ചെയ്യുക, ആൻഡ് അവോയ്ഡ് വൾണറബിൾ വർക്കേഴ്സിനെ അവരെ അവോയ്ഡ് ചെയ്യുക മീൻസ് അവരെ മീൻസ് ഈ വർക്കിന് ലോഡിങ് അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യരുത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ലോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഡ്, ഹെവി ലോഡ് വർക്കേഴ്സിന് കൊടുക്കാതിരിക്കുക. ഇപ്പൊ ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ലോഡ് ഉണ്ടാവും, ഷാർപ്പ് എഡ്ജസ് ഉള്ള ലോഡ് ഉണ്ടാവും, അപ്പൊ അതിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും. ലോഡ് എപ്പോഴും പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ലോഡ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പറയാം, അല്ലെങ്കിൽ ഹെവി ലോഡ് ലിഫ്റ്റ് ചെയ്തെന്ന് പറയാം. ലോഡ് ഹാൻഡിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഹാൻഡിൽ കൊടുക്കാം. അതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ മാനുവൽ ഹാൻഡ്ലിംഗ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കിന്റെ നെയിം വളരെ വലുതാണ്, പക്ഷെ സംഭവം ക്ലിയർ, മീൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലിയർ ടോപ്പിക് ആണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ് എന്നാണ് ഇതിന്റെ പേര്. കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാനിതിന്റെ മീനിങ് എന്താണ് സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ്, അതായത് വർക്ക് ചെയ്യുമ്പോൾ കൈകൾക്ക് വരുന്ന ഡിസോർഡർ. സംഭവം മനസ്സിലായില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് നമ്മുടെ കൈകൾ വെച്ചിട്ടാണ്, അല്ലെ? സോ ഈ കൈകള് കൂടുതൽ റിപ്പീറ്റഡ്ലി മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കൈകളിലെ മസിൽസിന് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ മസിൽ പെയിൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള മസിൽ ഡിസോർഡേഴ്സ്, മസിൽ വീക്കനിങ് ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനൊക്കെ ഈ എൽബോ മൂവ്മെന്റ് കൂടുതൽ വന്നപ്പോൾ ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വന്നു. ഓക്കെ, അല്ലെങ്കിൽ എപ്പിക്കോണ്ടിലിറ്റിസ്, ഇങ്ങനെ നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രം, ഈ ഒരു ഭാഗത്ത് കാർപ്പൽ ടണൽ, ഈ ഒരു റിസ്റ്റിന്റെ ഭാഗത്ത് മൂവ് ചെയ്യാൻ ഇപ്പൊ ഭയങ്കരമായിട്ട് ഫുൾ ടൈപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഫിംഗർ, അതായത് ടൈപ്പ് റൈറ്റിംഗ്, അല്ലെങ്കിൽ DSC വർക്ക് സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, കമ്പ്യൂട്ടറിലൊക്കെ സ്ഥിരം വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്ക് ഈ ഫിംഗേഴ്സ് അല്ലെങ്കിൽ റിസ്റ്റിന്റെ പോർഷൻ ഒക്കെ പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റ് വളരെ കൂടുതലാണെങ്കിൽ, ഓക്കെ, അത് കൂടുതലും കൈകളിലെയാണ് പറയുന്നത്, കൈകളിലെ മസിൽസിലെ മൂവ്മെന്റ് വളരെ കൂടുതലാണ്, ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. മനസ്സിലായോ? അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ ടെന്നീസ് എൽബോ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ട്രിഗർ ഫിംഗർ ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ കാർപ്പൽ ടണൽ സിൻഡ്രം പറയാം. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മുടെ WRULD വരുന്ന ഡിസോർഡേഴ്സ് ആണ്. ഇത് മസ്കുലോ സ്കെൽറ്റൽ ഡിസോർഡർ ആണ് ആക്ച്വലി, അതായത് മസിൽസിനും സ്കെൽറ്റൽ സിസ്റ്റത്തിനും എഫക്ട് ചെയ്യുന്ന ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഒരു കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞ ഒരു നെർവിന് വരുന്ന ഇൻഫ്ലമേഷൻ, അതിന് വരുന്ന ഇഷ്യൂസ് ആണ്. നമ്മൾ കൂടുതൽ മസിൽസ് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ റിപ്പീറ്റേറ്റീവ് മോഷൻ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഡെയിലി ലൈഫിൽ ഇത് ശ്രദ്ധിക്കേയില്ല. കൂടുതൽ സമയം ലോങ് ടൈം സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ലോങ് ടൈം സിറ്റിങ്ങിലൊക്കെ മസിൽസിന് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതേപോലെ കൂടുതൽ സമയം കൈകൾ മൂവ് ചെയ്യുക, കൈകൾ ഓപ്പറേറ്റ് ചെയ്യുക, ഓക്കെ, അപ്പോഴാണ് ഈ വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ് വരിക. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ മേസൺ,
അല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്ന വർക്കേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി കൈകൾ മൂവ് ചെയ്യാണ്. ഓക്കെ, കൈകൾ മൂവ് ചെയ്യുമ്പോൾ ആ മസിൽസ് അത്രയും സ്ട്രെയിൻഡ് ആവും. ഓക്കെ, അപ്പൊ അതിൽ അവർക്ക് ആ മസിൽസിന് പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരു DSC വർക്ക് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അതിനാണ് നമ്മൾ സേഫ്റ്റിയിൽ DSC വർക്ക് സ്റ്റേഷൻ, ഡിസ്പ്ലേ സ്ക്രീൻ എക്യുപ്മെന്റ് ഓപ്പറേഷൻ എന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, ഡിസ്പ്ലേ സ്ക്രീൻ എക്യുപ്മെന്റ് ഓപ്പറേഷൻ. സോ DSC വർക്ക് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, അത്രയേ ഉള്ളൂ. അപ്പൊ അവർ കണ്ടിന്യൂസ്ലി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മേ ബി ബാക്ക് പെയിൻ ഉണ്ടാവാം. അത് കൂടാണ്ട് അവർക്ക് കൈകളിൽ ട്രിഗർ ഫിംഗർ അല്ലെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാവാം. അതേപോലെ സ്ട്രെസ് ഉണ്ടാവാം, അല്ലെ, നമുക്ക് ഐ സ്ട്രെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നെക്ക് പെയിൻ ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ DSCയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ കൺട്രോൾസ് കൊടുക്കാം? അവർക്ക് പ്രോപ്പർ റെസ്റ്റ് ബ്രേക്ക് കൊടുക്കാം, അല്ലെ, അവർക്ക് പ്രോപ്പർ അഡിക്വേറ്റ് ലൈറ്റിംഗ് കൊടുക്കാം, എന്തെങ്കിലും ഐ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. പ്രോപ്പർ മിനിമം സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ചെയർ ആണെങ്കിലും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിവോൾവിംഗ് ചെയർ അല്ലെങ്കിൽ ലംബർ സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട് ഉള്ള പ്രോപ്പർ ചെയർ കൊടുക്കാം. കംഫർട്ടബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചെയർ കൊടുക്കാം. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹൈറ്റിനനുസരിച്ചുള്ള ടേബിൾ കൊടുക്കാം. സിസ്റ്റം ആണെങ്കിലും മീൻസ് കമ്പ്യൂട്ടർ ആണെങ്കിലും മീൻസ് അതിന്റെ ഓരോ ഡിവൈസസ് ആണെങ്കിലും മിനിമം സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നത് കൊടുക്കാം. അതിന്റെ ഓരോന്നിന്റെ പൊസിഷനിങ് കറക്റ്റ് ആക്കാം. എർഗണോമിക് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാന്നാണ് നമ്മൾ ഇതിനെ പറയാം. എർഗണോമിക് മീൻസ് നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കും അവിടുത്തെ എക്യുപ്മെന്റും എൻവിയോൺമെന്റും വർക്കറും, ഓക്കെ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് അവിടെ എർഗണോമിക് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാന്ന് പറയാം. ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്കർ, ജോബ് ഓഫ് ദ വർക്കർ, എക്യുപ്മെന്റ് ഇൻവോൾവ് ആൻഡ് എൻവിയോൺമെന്റ് ഇൻ വിച്ച് വർക്ക് ഈസ് പെർഫോം. ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ആ എൻവിയോൺമെന്റ് ഓക്കെ ആണോ, എക്യുപ്മെന്റ് ഓക്കെ ആണോ, അവിടുത്തെ വർക്കർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള നോളജ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. ആൻഡ് എക്യുപ്മെന്റ് കറക്റ്റ് സ്റ്റാൻഡേർഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഓക്കെ ആകുമ്പോഴാണ് അവിടെ എർഗണോമിക്സ് മീറ്റ് ചെയ്തു എന്ന് പറയാം. ക്ലിയർ ആണോ? ഹലോ. Yes, yes, yes. സോ എർഗണോമിക്സ്, നിങ്ങൾക്ക് എർഗണോമിക് അസസ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാനുണ്ടാവാം. സോ ഇതാണ് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് എർഗണോമിക്സ്. ഓക്കെ, ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ പെമ്മി പറഞ്ഞില്ലേ, പീപ്പിൾ, എക്യുപ്മെന്റ്, എൻവിയോൺമെന്റ്, മെറ്റീരിയൽസ് എന്ന്. അതേപോലെ എന്ത് എക്യുപ്മെന്റ് ആണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മറ്റേ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള, നമുക്ക് ഹെവി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്യുപ്മെന്റ് ആണെങ്കിൽ അത് നമ്മളുടെ മസിൽ മൂവ്മെന്റ് കൂട്ടും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാൻ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആയി പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മസിൽസ് ഡിസോർഡേഴ്സ്, മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ കൈകളാണ് കൂടുതൽ മൂവ് ചെയ്യുന്നെങ്കിൽ കൈകൾക്ക് കൂടുതൽ ഡിസോർഡേഴ്സ് വരും. അപ്പൊ എപ്പോഴും ഇതിനനുസരിച്ചിട്ടുള്ള ടൂൾസ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എർഗണോമിക് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യും. ഇപ്പൊ ചെറിയ ചെയർ ആണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ഒരാഴ്ച ഒരു വർക്കർ സ്റ്റൂളിൽ ഇരുന്നിട്ടാണ് DSC ഓപ്പറേഷൻ ചെയ്യുന്നത്. DSC ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ടൈപ്പിംഗ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബാക്ക് പെയിനും, അയാൾക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ബാക്ക് പെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നെക്ക് സ്ട്രെയിൻ, നമ്മുടെ കഴുത്ത് വേദന ഉണ്ടാവാം, ഐ സ്ട്രെയിൻ കൂടാൻ ചാൻസ് ഉണ്ട്, പ്രോപ്പർ പൊസിഷനിങ് ആയിരിക്കില്ല. അപ്പോ ഇതേപോലെ തന്നെ ടൈപ്പിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഇത് എർഗണോമിക് സ്റ്റാൻഡേർഡ് വയലേറ്റ് ചെയ്തു എന്നാണ് നമ്മൾ പറയാം. അപ്പൊ അതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വർക്കേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, മിനിമം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എക്യുപ്മെന്റ്സ് അവിടെ കൊടുക്കാം. അത് പ്രോപ്പർ ആയിട്ട് ഈ എർഗണോമിക് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. വർക്കേഴ്സ് ഓക്കെ ആണോ, വർക്കേഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റഡ് ആണോ, ഇതൊക്കെ അവിടെ നോക്കിയിട്ടുണ്ടാവണം. അപ്പൊ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അവർ കൂടുതൽ നേരം നിന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പാക്കേജിങ് ഉണ്ടാവും. നമ്മൾ ഫാക്ടറി അസംബ്ലി ലൈൻ എന്നാണ് പറയുക. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ചെക്ക്ഔട്ടിന് വേണ്ടി, ചെക്ക്ഔട്ടിൽ എന്ന് പറഞ്ഞാൽ ഡെലിവറി സെഷനിൽ നിൽക്കുന്ന സ്റ്റാഫ് ആയിരിക്കും. അപ്പൊ അവര് എപ്പോഴും ഈ മെറ്റീരിയൽസ് മീൻസ് പാക്കേജ് ചെയ്ത് സൂപ്പർ മാർക്കറ്റിലാവട്ടെ, മാളിലാവട്ടെ, അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലാവട്ടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ കണ്ടിന്യൂസ്ലി നിന്ന് സ്കാൻ കോഡ് നോക്കി, അല്ലെങ്കിൽ സ്കാൻ കോഡ് ചെക്ക് ചെയ്ത് എല്ലാവർക്കും ഈ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ കൈകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇതൊക്കെ ഈ വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള
സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. കൈകൾ അത്രയും കൂടുതൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇത് പേര് ഡിഫറെന്റ് ആണെങ്കിലും ഇത്രയേ ഉള്ളൂ സംഭവം, കൈകൾ മൂവ് ചെയ്യാന്നുള്ള. നമ്മുടെ ഇപ്പോ ഈ അടുത്ത് ഈ ടെന്നീസ് എൽബോ, ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഒക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് വരെ വരുന്നുണ്ട്. ഓക്കെ, അത്രയും റിപ്പീറ്റഡ്ലി കൈകൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനത്തെ മസ്കുലോ സ്കെലറ്റൽ ഡിസോർഡേഴ്സ് വരും. മനസ്സിലായ? മസിൽസിന് സ്ട്രെയിനും അതിന് ഇൻഫ്ലമേഷനും അത് റിപ്പീറ്റഡ് മൂവ്മെന്റ് വരുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. പുവർ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് വിത്തൗട്ട് റെസ്റ്റ് ബ്രേക്സ്, ഒരു റെസ്റ്റ് ബ്രേക്ക് പോലും ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, റെസ്റ്റ് ബ്രേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക, പ്രോപ്പർ വർക്കിംഗ് എക്യുപ്മെന്റ്സ് കൊടുക്കുക. ഓക്കെ, മീൻസ് അതിന് വേണ്ടിയിട്ടുള്ള മീൻസ് കൂടുതൽ വർക്കേഴ്സിനെ ഹയർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വർക്കേഴ്സിനെ ഹയർ ചെയ്യുക. ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മീൻസ് വർക്കേഴ്സിന് പകരം നമുക്ക് ഇപ്പൊ റോബോട്ടിക് സംവിധാനം ഉണ്ട് അല്ലെ, മെഷീൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മീൻസ് റോബോട്ട്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൺവേയർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് പല പല സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഫാക്ടറീസിലൊക്കെ എന്താ ഇപ്പൊ വർക്കേഴ്സിനെ മാറ്റി ഇപ്പൊ കൂടുതലും എന്താ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ അവർക്ക് പ്രോപ്പർ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാം അല്ലെ, PPEs കൊടുക്കാം. അവർക്ക് കുറെ നേരം നിന്ന് വർക്ക് ചെയ്യുമ്പോഴും ഈ മസിൽ പെയിൻ ഉണ്ടാവും, കുറെ നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴും. അപ്പൊ അവർക്ക് പ്രോപ്പർ സീറ്റിംഗ് കൊടുക്കാം, പ്രോപ്പർ റെസ്റ്റ് ബ്രേക്ക് കൊടുക്കാം. ഇതൊക്കെ ഇതിന്റെ കൺട്രോൾ മെഷർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കൺഫൈൻഡ് സ്പേസ് ഡിസ്കസ് ചെയ്തു. പിന്നെ എന്തായിരുന്നു? നമ്മുടെ വർക്ക് റിലേറ്റഡ് അപ്പർ ലിം ഡിസോർഡേഴ്സ്. ഓക്കെ, മാനുവൽ ഹാൻഡ്ലിംഗ്. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണോ? ലിബിൻ മാത്രം റെസ്പോണ്ട് ചെയ്യുന്നുള്ളല്ലോ. ഹലോ, യെസ് മാം, യെസ് മാം, യെസ് മാം. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് നമുക്ക് വർക്ക് അറ്റ് ഹൈറ്റ് എടുക്കാം. ഓക്കെ, എന്താണ് വർക്ക് അറ്റ് ഹൈറ്റ്? വാട്ട് ഡു യു മീൻ ബൈ വർക്ക് അറ്റ് ഹൈറ്റ്? വർക്കിംഗ് അറ്റ് ഹൈറ്റ് എന്താണ്? ഹൈറ്റിലുള്ള വർക്ക്. ഓക്കെ, നമ്മൾ സാധാരണ ആസ് പെർ സ്റ്റാൻഡേർഡ്സ്, ഓഷ സ്റ്റാൻഡേർഡ് ഉണ്ട്, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും പറയാം. നമ്മൾ എന്നാലും 1.8 മീറ്റർ എബവ് ഹൈറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കൺസിഡേർഡ് ആസ് വർക്ക് അറ്റ് ഹൈറ്റ്. അതായത് ഇഞ്ചുറീസ് ഉണ്ടാവും, ഹൈറ്റിൽ നിന്ന് ഫോളിങ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പീപ്പിൾ ഫോളിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ സിവിയർ ഇഞ്ചുറീസിന് ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ 1.8 മീറ്റർ ഓർ 2 മീറ്റർ, ചില സ്റ്റാൻഡേർഡിൽ 2 മീറ്റർ പറയും, പക്ഷെ എന്നാലും കൂടുതൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന 1.8 മീറ്റർ ആണ്. അപ്പൊ 1.8 അത് നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കാറ്റഗറി വർക്കിംഗ് അറ്റ് ഹൈറ്റ് ആണ്. അപ്പൊ ഇതിൽ വരുന്നത് നമ്മുടെ എന്താ മെയിൻ ആയിട്ട് 1.8 മീറ്റർ എബോവിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് നമ്മൾ വർക്ക് അറ്റ് ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം. 1.8 മീറ്റർ ഇത് നിങ്ങൾക്ക് ചിലപ്പോ പ്രൊജക്റ്റിൽ ചെയ്യാനില്ല, പക്ഷെ ഇത് ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ എപ്പോഴാണ് ഹൈറ്റിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരിക? ഏതൊക്കെ ഒക്യുപ്പേഷൻ ആണ് ദാറ്റ് നീഡ്സ് എന്താ വർക്കിംഗ് അറ്റ് ഹൈറ്റ്? ഏതൊക്കെയാണ്, ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്ന ഹൈറ്റില്? ഹലോ, ആരും വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഹൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആരെയും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് മാം. എന്താണ് പ്രശ്നം? പറഞ്ഞോ, ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. പെയിന്റേഴ്സ്, ഓക്കെ, പിന്നെ പെയിന്റേഴ്സ്, സ്കഫോൾഡേഴ്സ്, ആ പിന്നെ ഓക്കെ, പിന്നെ വേറെ റൂഫ് വർക്കേഴ്സ്, റൂഫിന്റെ മുകളിലെ റൂഫ് വർക്കേഴ്സ് അല്ലെ? ആ ഓക്കെ, ഫാബ്രിക്കേഷൻ പിന്നെ വർക്കേഴ്സ് ഉണ്ടാവും. സസ്പെൻഡഡ് ലോഡിംഗ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹൈറ്റിൽ വർക്ക് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ? ചിലപ്പോ സ്കഫോൾഡേഴ്സ് ആവാം അല്ലെ, സ്കഫോൾഡിങ്. മാൻ ലിഫ്റ്റിലുണ്ടോ? ഓക്കെ, മാൻ ലിഫ്റ്റിൽ ഉണ്ടാവും, ശരിയാ. പിന്നെ ഇപ്പോ സ്കഫോൾഡിങ് അല്ലെങ്കിൽ നമ്മളിപ്പോ പറയുന്ന പലതരത്തിലുള്ള MWP പ്ലാറ്റ്ഫോംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ റൂഫിന്റെ ടോപ്പിൽ വർക്ക് ചെയ്യുന്നതാവാം, എഡ്ജിൽ വർക്ക് ചെയ്യുന്നതാവാം, സ്കഫോൾഡിങ്ങിന്റെ ഒക്കെ എഡ്ജിൽ വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ നമുക്ക് ഫാബ്രിക്കേഷൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ടോപ്പ് വർക്കിംഗ് പ്ലാറ്റ്ഫോം. ഇപ്പൊ ബാൽക്കണിയിൽ ക്ലീൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ബാൽക്കണിയിൽ അതിന്റെ എന്തെങ്കിലും എഡ്ജിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർ, ഗ്ലാസ് ക്ലീനിങ് വർക്കേഴ്സിനെ കണ്ടിട്ടില്ല, ഇങ്ങനെ റോപ്പിലേക്ക് തൂങ്ങിക്കിടന്ന് വർക്ക് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? ഓക്കെ, പിന്നെ പ്ലാസ്റ്ററിങ് വർക്കേഴ്സ്,
അല്ലെ? പ്ലാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ തേപ്പെന്നൊക്കെ പറയില്ലേ? ഓക്കെ, പ്ലാസ്റ്ററിംഗ് വർക്കേഴ്സ് ആവാം, പെയിന്റേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്താ വുഡ് കട്ടേഴ്സ് അല്ലെ, മരത്തിന്റെ മുകളിൽ കയറിയിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസ് അല്ലെ, പോസ്റ്റിലൊക്കെ കയറിയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവാം അല്ലെ, പ്ലംബിംഗ് വർക്കേഴ്സ് ഉണ്ടാവാം. അപ്പൊ കുറെ വെൽഡേഴ്സ് തന്നെ ഏറ്റവും ടോപ്പിലൊക്കെ കയറി വെൽഡ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ഇവരൊക്കെ എന്താണ്, ഹൈറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. സോ മെയിൻലി നമുക്ക് ഏത് വർക്ക് വേണമെങ്കിലും നമുക്ക് 1.8 മീറ്റർ എബോവ് ആണെങ്കിൽ നമുക്ക് വർക്ക് അറ്റ് ഹൈറ്റ് എന്ന് പറയാം. സോ എന്തൊക്കെ ഹസാർഡ്സ് ആണ് മെയിൻലി വർക്ക് അറ്റ് ഹൈറ്റിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തോ. മെയിൻ റിസ്ക് എന്ന് പറയുമ്പോൾ വർക്കിംഗ് നിയർ ടു അൺപ്രൊട്ടക്റ്റഡ് എഡ്ജ്. എഡ്ജില്, ഹൈറ്റിലാണ്, എഡ്ജിൽ നിൽക്കുകയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഫോളിങ് അല്ലെ? പീപ്പിൾ ഫോളിങ് ആൻഡ് മെറ്റീരിയൽ ഫോളിങ്. ആളുകൾ വീഴാം, അല്ലെങ്കിൽ എഡ്ജിലുള്ള മെറ്റീരിയൽസ് താഴെ വീഴാം. അത് ആരുടെയും തലയിലായിരിക്കും വീഴുന്നത്. അപ്പോൾ സിവിയർ ഹെഡ് ഇഞ്ചുറി ആൻഡ് ഈവൻ ഡെത്ത് സംഭവിക്കാം. ഈ വർക്കേഴ്സ് വീണിട്ടുണ്ടെങ്കിലും അവിടെ എന്താണ്, സിവിയർ ഹെഡ് ഇഞ്ചുറി, നെർവ് ഇഞ്ചുറി, സ്പൈനൽ ഇഞ്ചുറി, കംപ്ലീറ്റ് കോമ വരെ ഉണ്ടാവാൻ, കംപ്ലീറ്റ്ലി തളർന്നു പോകാൻ വരെ ചാൻസസ് ഉണ്ട്. കോമ, ഈവൻ ഡെത്ത് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഇപ്പം ഈ അടുത്ത് സംഭവിച്ചൊരു കാര്യമാണ്. ഒരു സെക്കൻഡ് ഓർ തേർഡ് ഫ്ലോറിന്റെ ടോപ്പിൽ ഒരാൾ നിന്ന്, മീൻസ് അവിടെ സോളാർ പാനലിംഗ് നടക്കുമായിരുന്നു. അപ്പൊ അവിടെ സ്ലിപ്പറി, മഴ പെയ്തിട്ട് സ്ലിപ്പറി ഹസാർഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അയാൾ എഡ്ജിലാണ് നിന്നിരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് സൂപ്പർവൈസ് ചെയ്യാൻ മീൻസ് അവിടുത്തെ മീൻസ് വീട്ടിലുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയ ഒരാളായിരുന്നു. അപ്പൊ അവിടെ എഡ്ജിലായിരുന്നു. പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത്, ശ്രദ്ധിക്കാതെ ഒരൊറ്റ മിനിറ്റിന്റെ ഒരു ശ്രദ്ധയായിരിക്കാം മേ ബി, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, സിറ്റുവേഷൻ അതായിരുന്നു. സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വീണു. അപ്പൊ തന്നെ ബ്രെയിൻ മീൻസ് അറിയാലോ, സിവിയർ ആയിട്ടുള്ള കൺകഷൻ, ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നു. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പല സർജറീസ് ഒക്കെ ചെയ്തു. എന്നാലും എന്താണ്, ഇത്രയും സിവിയർ ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് ഡെത്ത് ആണ് സംഭവിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് അത്രയും ഡീപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ വർക്ക് അറ്റ് ഹൈറ്റ് ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ. വർക്ക് പ്ലേസിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഹൈറ്റിൽ പ്രിക്കോഷൻസ് ഇല്ലാതെ, ഫുൾ ബോഡി ഹാർനസ് ഇല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ എഡ്ജിൽ വർക്ക് ചെയ്യുന്നതാവാം, വർക്കിംഗ് നിയർ ടു അൺപ്രൊട്ടക്റ്റഡ് എഡ്ജ്, അല്ലെങ്കിൽ സ്ലോപ്പിംഗ് സർഫസ്, സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഭയങ്കര സ്ലോപ്പിംഗ് കൂടുതലുള്ള ഏരിയാസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിച്ച് പറയും. അതായത് ഭയങ്കര സ്ലോപ്പിംഗ് സർഫസ്, സ്റ്റീപ്നെസ് കൂടുതലുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് വീഴും. അല്ലെങ്കിൽ ഈ നമ്മൾ ആക്സസ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ സ്കഫോൾഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിലൊക്കെ തട്ടടിച്ച് വർക്ക് ചെയ്യില്ലേ? അതിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുക. ടെമ്പററി വർക്കിംഗ് പ്ലാറ്റ്ഫോം ഫോർ ആക്സസിങ് ഹൈറ്റ്. എല്ലാത്തിനും വെച്ച് നോക്കുമ്പോൾ, ലാഡർ, സ്റ്റെപ്പ് ലാഡർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറെ നേരം നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്കഫോൾഡിങ്ങിലാണ്. അപ്പൊ വർക്കേഴ്സിന് നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കഫോൾഡിങ് ഉണ്ടാക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഈ സ്കഫോൾഡിന്റെ മുകളിൽ നിന്ന് വർക്കേഴ്സ് വീഴും, അല്ലെങ്കിൽ സ്കഫോൾഡ് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ഓക്കെ, അപ്പൊ സ്കഫോൾഡിങ് എന്താ, പ്രോപ്പർ വർക്കിംഗ് പ്ലാറ്റ്ഫോം അല്ല. പ്രോപ്പർ അതിന്റെ സ്റ്റാൻഡേർഡ് ലെഡ്ജർ അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ പ്രോപ്പർ ആയിരിക്കില്ല. ഓക്കെ, അത് കോമ്പിറ്റന്റ് വർക്കർ ആയിരിക്കില്ല, അതിന് പ്രോപ്പർ ബ്രേസിംഗ് കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോപ്പർ എന്താ പറയാ, താഴെ അതിന് നമ്മുടെ എന്താ സോൾ ബോർഡ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ പ്രോപ്പർ ബാലൻസിങ് ഉണ്ടാവില്ല. എഡ്ജസിൽ എന്താ, നമ്മൾ ഗാർഡ് റെയിൽസ് കൊടുക്കണം, ഗാർഡ് റെയിൽസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. വർക്കേഴ്സ് ഗാർഡ് റെയിൽസ് അല്ലെങ്കിൽ അവർ അതിന്റെ ഇടയിൽ കൂടി താഴെ വീഴാൻ ചാൻസ് ഉണ്ട്, എഡ്ജിൽ കൂടി വീഴും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ MBWP നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, മൊബൈൽ എലിവേറ്റർ വർക്കിംഗ് പ്ലാറ്റ്ഫോം. ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, ആ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ വർക്കേഴ്സ് ഉണ്ടാവും. ഓക്കെ, MBWP നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പോവാം. അപ്പൊ വർക്കേഴ്സ് ഈ പ്ലാറ്റ്ഫോമിന്റെ ഈ ക്രാഡിന്റെ ഉള്ളിലാണ് ഉണ്ടാവാം. ആ പ്ലാറ്റ്ഫോമിൽ ഗാർഡ് റെയിൽസ് ഇല്ല, അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, എഡ്ജ് പ്രൊട്ടക്ഷൻ ഉണ്ടാവാന്നില്ല, അപ്പൊ അതിൽ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ, പിന്നെ വെതർ കണ്ടീഷൻസിന്റെ ഇഷ്യൂസ് കൊണ്ട് സാധനങ്ങൾ താഴെ വീഴാം. ഓക്കെ, വർക്കേഴ്സ് താഴെ വീഴാം. അല്ലെങ്കിൽ നമുക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പഴയ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നിൽക്കുന്നതാവാം, ഡിറ്റീരിയേറ്റഡ് എഡ്ജസ് മെറ്റീരിയൽസിന്റെ മുകളിൽ നിൽക്കുന്നതാവാം, പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നിൽക്കുന്നതാവാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, വർക്ക് അറ്റ് ഹൈറ്റിന്റെ ഹസാർഡ്സ് ആയിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തൊക്കെ കൺട്രോൾസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഫസ്റ്റ് എലിമിനേഷൻ പറയുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല അല്ലെ? അപ്പൊ എല്ലാ ഹൈറ്റ് വർക്ക് ടാസ്കിനും നമ്മൾ പെർമിറ്റ് എടുത്ത് വർക്ക് ചെയ്യാന്ന് പറയാം. ഓക്കെ, പെർമിറ്റ് വർക്ക് സിസ്റ്റത്തിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാന്ന് പറയാം. പിന്നെ നമുക്ക് സേഫ് വർക്കിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. വർക്കേഴ്സ് കോമ്പിറ്റന്റ് ആവണം. വർക്ക് അറ്റ് ഹൈറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്കഫോൾഡേഴ്സ് ട്രെയിനിങ്, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ഷൻ, സൂപ്പർവിഷൻ, വർക്ക് മോണിറ്റർ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് പറയാം. പിന്നെ എഡ്ജസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ഈ ഗാർഡ് റെയിൽസ്, ടോപ്പ് ബോർഡ്സ് ഇതൊക്കെ കൊടുക്കാം. ടോപ്പ് ബോർഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു 4 ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരു ബോർഡാണ്. ഈ ഗാർഡ് റെയിൽസ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ ഹൈറ്റ് ഉള്ള
രണ്ട് മെറ്റൽ പൈപ്പ് ലൈൻസ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് ഗാർഡ് റെയിൽ സിസ്റ്റം. അപ്പൊ വർക്കേഴ്സ് താഴെ വീഴില്ല. അപ്പൊ അത് കൊടുക്കാം. ബ്രിക്ക് ഗാർഡ് കൊടുക്കാം. അത് കംപ്ലീറ്റ്ലി വർക്കേഴ്സ് വീഴാതിരിക്കാൻ ഗാർഡ് ചെയ്യുന്നൊരു എന്താ ഡിവൈസ് ആണ്. അങ്ങനെ ബ്രിക്ക് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ വർക്കേഴ്സിന് മെയിൻ ആയിട്ട് കൊടുക്കുന്നതാണ് ഫുൾ ബോഡി ഹാർനസ്, ഡബിൾ ലേനിയാർഡ് പ്രൊട്ടക്ഷൻ ഉള്ള ഫുൾ ബോഡി ഹാർനസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സ് വീഴില്ല. അല്ലെ, PPE ആണ്, പക്ഷെ അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫുൾ ബോഡി ഹാർനസ് വർക്കേഴ്സിന് കൊടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഹെഡ് പ്രൊട്ടക്ഷൻ അല്ലെ, നമ്മുടെ ഹെൽമെറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഹാർഡ് ഹാറ്റ് കൊടുക്കാം ടു പ്രിവെന്റ് ഹെഡ് ഇഞ്ചുറി അല്ലെ. പിന്നെ നമുക്ക് വർക്കേഴ്സിന് എന്താ സേഫ്റ്റി നെറ്റ്, വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതിന് തൊട്ട് താഴെ സേഫ്റ്റി നെറ്റ് ഫിക്സ് ചെയ്യാം. വർക്കേഴ്സ് വീഴുന്നുണ്ടെങ്കിൽ തന്നെ നെറ്റിലേക്കായിരിക്കും വീഴുന്നത്. വി ക്യാൻ പ്രിവെന്റ് ദ കോൺസിക്വൻസസ്. അപ്പൊ കോൺസിക്വൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. വീഴാണെങ്കിൽ തന്നെ വർക്കേഴ്സ് നെറ്റിലോട്ടല്ലേ വീഴുന്നത്. അപ്പൊ സേഫ്റ്റി നെറ്റ് വർക്കേഴ്സിന് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന കൺട്രോൾസ്. ക്ലിയർ ആണോ? പിന്നെ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ എന്താ ഇൻഫർമേഷൻ സെഷൻ ട്രെയിനിങ്, സൂപ്പർവിഷൻ കൊടുത്തിട്ടുണ്ടാവണം. ഇതൊക്കെ സാധാരണ കൺട്രോൾസിൽ പറയണ പോലെ തന്നെ പറയാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. സോ വർക്ക് അറ്റ് ഹൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ ഓരോന്നിനും ഇപ്പൊ ലാഡറിന് ഒരു സേഫ്റ്റി കൺട്രോൾസ്, ലാഡറിന് മാത്രം എന്തൊക്കെ ചെയ്യാന്നുള്ളത് സ്പെഷ്യലായിട്ട് പറയാം. സ്കഫോൾഡിന് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് സ്പെഷ്യലായിട്ട് പറയാം. സ്റ്റെപ്പ് ലാഡറിന് എന്തൊക്കെ കൊടുക്കണം, MEWP ഹൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ എന്തൊക്കെ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഓരോ ഹൈറ്റിൽ വർക്ക് ചെയ്യുമ്പോഴും ഓരോ രീതിയിലുള്ള കൺട്രോൾസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പൊ ഒരിക്കലും ഹൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഓവർലോഡ് ചെയ്യരുത്. പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇൻസ്പെക്ഷനും മെയിൻ്റെനൻസും ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറയാവുന്ന കൺട്രോൾസ് ആണ്. ഓക്കെ, സോ നാളത്തെ ക്ലാസ് ഒരു 10 o'clock കേട്ടോ. 10 o'clock എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് 6 o'clock നാളെ ക്ലാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 10 AM, അതായത് നമ്മുടെ ഇന്ത്യൻ ടൈം 10 മണിക്കായിരിക്കും ക്ലാസ് ടൈം ഉണ്ടാവുക. അപ്പൊ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഹലോ മാം മോർണിംഗ് ആണോ? മോർണിംഗ്